നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് ഷറഫുദ്ദീൻ പ്രൊഡ്യൂസ് ചെയ്ത് നായനായിട്ട് അഭിനയിച്ച പെഗ്ദ ഡിറ്റക്റ്റീവ് എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പടം കൊള്ളാം, സൂപ്പറായിട്ട്. നമ്മുടെ പ്രിയേഷൻ്റെ 90s പ്രിയേഷൻ്റെ പടങ്ങളൊക്കെ ഇല്ലേ, ഒരു കൂട്ടച്ചിരി പടമാണ്. അന്ന് പറഞ്ഞൊരു പടമാണ്, കോമഡിയാണ് ഫുള്ള് ആദ്യം മുതൽ അവസാനം വരെ. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ പ്രണീഷ് വിജയൻ, പ്രൊഡ്യൂസ് ചെയ്തതിന് ഷറഫുദ്ദീനും ഗോകുലം ഗോപനാണ്. പിന്നെ നായകനായിട്ട് അഭിനയിച്ചിരുന്നത് ഷറഫുദ്ദീനാണ്. നായിക അനുപമ പരമേശ്വരൻ, പിന്നെ നമ്മുടെ പ്രേമലു ശ്യാമുണ്ട്, പിന്നെ വിനയ് ഫോർട്ടുണ്ട്, അങ്ങനെ കുറച്ച് പേരുണ്ട്. ഒത്തിരി ആർട്ടിസ്റ്റുകൾ, വിനായനുണ്ട്, നിഷാന്ത് സാഗറുണ്ട്, വിജയരാഘവനുണ്ട്, രഞ്ജിത്ത് പണിക്കരുണ്ട്, ഒത്തിരി ആർട്ടിസ്റ്റുണ്ട്, നല്ല ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്കിനി പടത്തിലേക്ക് വരാം. പടം നമുക്ക് ഫണ്ണിയാണ്, കണ്ടുകൊണ്ടിരിക്കാൻ കോമഡി പടമാണ്. നമുക്ക് ബോറടിയൊന്നുമില്ല, കോമഡി പടമാണ്, എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റില്ല, എല്ലാ പ്രായക്കാർക്കും കാണാൻ പറ്റിയതാണ്. പ്രത്യേകിച്ച് ഫാമിലി പിള്ളേരൊക്കെ ഏറ്റെടുക്കും. ഒരു പഴയൊരു 90s പടത്തിൻ്റെ സ്റ്റൈലിൽ ഒരു പടമാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് പടം എനിക്ക് എല്ലായിട്ട് കഥയൊന്നും പിടുത്തം കിട്ടുന്ന സംഭവം ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് പെട്ടെന്നാണ് പോയത്. 1 മണിക്കൂറുള്ളൂ ഫസ്റ്റ് ഹാഫ് പെട്ടെന്നാണ് പോയത്. ഇൻട്രോയിൽ ആയതുപോലും അറിഞ്ഞില്ല, പെട്ടെന്നാണ്. പക്ഷേ ചെറിയൊരു കോമഡി ആയിട്ടാണ് ഫസ്റ്റ് ഹാഫ് പോയത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കുറച്ചൊക്കെ നമുക്ക് പിടുത്തം കിട്ടുന്നത്. പിന്നെ നമുക്ക് പിടുത്തം നല്ല കിട്ടും. പിന്നെ പടം വേറെ ലെവലിലേക്ക് പോകും. കുറച്ച് ഒരു കുപ്പിക്കകത്ത് ഒരു മീൻ കൊണ്ടുപോകുന്ന മീനിൻ്റെ ബേസ് ചെയ്തുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. നമ്മുടെ ഇതിനകത്ത് കാണിക്കുന്നതൊക്കെ ആടൊരു ഫീരയ്ക്കകത്ത് കാണിക്കുന്നത് നീലക്കുറിങ്ങിയോ അങ്ങനെ തപ്പിയായിട്ട് പോകത്തില്ല എന്ന് പറഞ്ഞ പോലെ ഒരു മീനിന് കേസിന് വല പിടിച്ച് പോകുന്ന സംഭവങ്ങളാണ്. ഷറഫുദ്ദീൻ ഡിറ്റക്റ്റീവായിട്ടാണ്. ഷറഫുദ്ദീൻ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് പിന്നെ രഞ്ജിത്ത് പണിക്കരാണ്. രഞ്ജിത്ത് പണിക്കർ മെക്സിക്കോയിലെ ഡിറ്റക്റ്റീവാണ്. അവിടെ നിന്ന് പേടിച്ച് വെടിയുണ്ടെ പേടിച്ച് കേരളത്തിൽ വന്ന് താമസിച്ച് പിന്നെ അവിടെ ചെറിയൊരു പരിപാടിയൊക്കെ ചെയ്യുന്നു. അത് മകൻ കയറി പിടിക്കുന്നു. അങ്ങനെ മകൻ കയറി ഡിറ്റക്റ്റീവ് ആവുന്നു. അത് പ്രൊഫഷണൽ ഡിറ്റക്റ്റീവ് ഒന്നല്ല, നമ്മുടെ CD മുസ്ലിം ദിലീനൊക്കെ പോലെ പ്രൈവറ്റ് ആയിട്ടുള്ള ഡിറ്റക്റ്റീവാണ്. ആദ്യം ഒരു പട്ടീനാണ് അവർ പിടിക്കുന്നത്. ആ ഒരു പട്ടി പിടിച്ചുകൊണ്ട് കൊടുക്കുന്നു. ആ പട്ടിയെ പിടിച്ചു കൊടുക്കുന്നത് അതിൻ്റെ ഓണർ പ്രതികളായിട്ട് 1 ലക്ഷം രൂപ കൊടുക്കുന്നു. പിന്നെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങനെ പോവുക. കഥ പിന്നെ പോകും. പിന്നെ ഞാൻ പറഞ്ഞില്ല, കുപ്പിക്കകത്തൊരു മീനിൻ്റെ പരിപാടിയൊക്കെയാണ്. അതാണ് കഥ. ആ കുപ്പിക്കകത്ത് മീൻ 30 കോടി രൂപ മീനുമാണ്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള പരിപാടിയൊക്കെയാണ്. പടം ഫുള്ള് കോമഡിയാണ്. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രിയേഷൻ്റെ പഴയ പടങ്ങളൊക്കെ കാണുന്നുണ്ട്. മഴ പിന്നെ മണ്ഡലം കൊട്ടുന്നു, പിന്നെ +R എന്ന് പറഞ്ഞ പോലെ അതിനകത്തൊക്കെ ക്ലൈമാക്സ് കൂട്ടച്ചിരിയാണല്ലോ. അതായത് എല്ലാ ആർട്ടിസ്റ്റും ഒന്നിച്ചു വരുന്ന പരിപാടി ഉണ്ടല്ലോ, അന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. ഇതിനകത്ത് ക്ലൈമാക്സ് എല്ലാ നടന്മാരോടും ഒന്നിച്ച് വന്നൊരു പരിപാടിയുണ്ട്. ക്ലൈമാക്സ് അത് ഒരു 10 മിനിറ്റോളം ചിരിയാണ്. തിയേറ്റർ നിറച്ച് ഒരാൾ പോലും ചിരിക്കാക്കി തരും. എല്ലാവരും പൊട്ടിച്ചിരിക്കുന്ന സീനാണത്. ചിരിച്ചു പോകും. ചിരിക്കാത്ത മസിലോട് ചിരിക്കുന്ന പോലും ചിരിച്ചു പോകും. അങ്ങനെ സീനാണത്. അത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല സെറ്റപ്പ് പടം ഡയറക്ഷൻ ചെയ്യുന്നത്, നല്ല മേക്കിംഗ് ഒക്കെയാണ്. ഒരു വൃത്തികേടില്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പടം എൻജോയ് ചെയ്യാം. ദിലീപിൻ്റെ ഒക്കെ ഒരു പടമൊക്കെ കാണുന്നതൊക്കെ തന്നെ, പഴയ കോമഡി പടം കാണുന്നതൊക്കെ തന്നെ ഒരു വൃത്തികേടില്ല, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിനയിച്ചിട്ടുണ്ട്. അതിപ്പോൾ പരമേശ്വരനൊക്കെയാണ് മലയാളത്തിൽ തിരിച്ചു വന്നപ്പോൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും വിനയ് ഫോർട്ടൊക്കെ നല്ല അടിപൊളി ചെയ്തിട്ടുണ്ട്, നല്ല കോമഡി ആയിട്ട് ചെയ്തിട്ടുണ്ട്. വിനയ് ഫോർട്ടും ഈ ഷർഫൂലുള്ള സീനൊക്കെ അടിപൊളി സീനാണ്. എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ നിഷാന്ത് ഒരു സാധനമുണ്ട്. ഒരിടയ്ക്ക് ഒരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ണിമോനാണെന്ന് പറഞ്ഞ് മീശയൊക്കെ പിടിച്ചെടുത്തും വന്ന് വലിയ ഡയലോഗ് അടിച്ച് വലിയ സംഭവങ്ങളൊക്കെ ആയി കേസൊക്കെ ഒരു പുള്ളി ഉണ്ടല്ലോ. ആ പുള്ളിയുടെ ഒരു സാധനമാണ് ഇതിനകത്ത് നിഷാന്ത് കാണിച്ചത്, മീശക്കാരനായിട്ട് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ആ പുള്ളിയെ പച്ചയ്ക്ക് ഊക്കിക്കൊണ്ടുള്ള പരിപാടിയാണ് നിഷാന്ത് കാണിച്ചിരിക്കുന്നത്. ആ സംഭവമാണ് നിഷാന്തിൻ്റെ ഒരു സീൻ. അതൊക്കെ കൊള്ളാം, അടിപൊളി ചെയ്തിട്ടുണ്ട്. പിന്നെ വിജയരാഘവനെ എടുത്ത് പറയണം, നല്ലൊരു സീനാണ്. അത് ഞാൻ പുറത്ത് വിടുന്നില്ല, വിജയരാഘവൻ സീനാണ്. പക്ഷേ അത് നല്ല സീനാണ്, ഇമ്പോർട്ടൻറ്റ് സീനാണ്. പിന്നെ വിജയരാഘവൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ പഴയ പടങ്ങളൊക്കെ ഒരുപാട് പടങ്ങളിലൊക്കെ അഭിനയിച്ചൊരു നടിയുണ്ട്. സീരിയലും സിനിമയിലൊക്കെ ഇഷ്ടംപോലെ അഭിനയിച്ചിട്ടുണ്ട് നടിയുണ്ട്. പ്രസീത എന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ പേര്. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന പിന്നെ ബഡായി ബംഗ്ലാ ഒരു അമ്മായി എന്ന് പറയും. അപ്പോൾ പടം നല്ല പടമാണ്. ഒരു പഴയ പ്രിയേഷൻ്റെ ഒരു പടം കാണുന്നതിനൊക്കെ ഒരു ഫീലിംഗ് ഉണ്ട്. അതായത് നല്ല കൂട്ടച്ചിരിയുള്ള പടം, നല്ല കോമഡി പടമാണ്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കഥയൊക്കെ ഉണ്ട്. പടം ഫസ്റ്റ് ഹാഫ് എനിക്ക് വലിയ സംഭവമൊന്നും മനസ്സിലായില്ല. സെക്കൻഡ് ഹാഫിലേക്കാണ് ട്രാക്കിൽ കയറിയ പടം. പിന്നെ പടം പോയി. പിന്നെ ഞാൻ പറഞ്ഞില്ല, കോമഡിയാണ്, അത് രസമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ക്ലൈമാക്സിലെ കോമഡി എന്ന് പറഞ്ഞാൽ കവക്ക മലയിൽ മണ്ഡലം കൊട്ടുന്നൊക്കെ ഒരു കൂട്ടച്ചിരി പരിപാടിയൊക്കെ ഉണ്ടല്ലോ, എല്ലാ ആർട്ടിസ്റ്റുകളും ഒന്നിച്ചുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ +R എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് എന്നത്. ആ പടം മോശമൊന്നുമല്ല, കാണാം. മൗത്ത് പബ്ലിസിറ്റിയുടെ പടം കയറുന്നുണ്ട്. ഞാൻ കാണാൻ പോകുമ്പോൾ നല്ലതാണ്, തിരക്കാണ് ഷാഫിനെ. അപ്പോൾ പടം കയറട്ടെ, നല്ല പടങ്ങൾ വിജയിക്കട്ടെ. പടം കാണാത്തൊരു കാണുക, നല്ല പടമാണ്, പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക.